അയ്യോ ഒന്ന് നിർത്തന്റെ വിജയ നീ തമാശ കേട്ട് കേട്ടിട്ട് ചിരിക്കാൻ വേണ്ടി. ശരി ശരി ശരി. ഹായ് ഹലോ. ഇന്നത്തെ ടോപ്പിക്ക് ഈ ചിരി തന്നെയാ. ഇതുപോലെ ചിരിക്കണം എല്ലാവരും അല്ലെ, മനസ്സ് തുറന്ന് ചിരിക്കണം. അതെന്താ വെച്ചാലേ നമ്മളെ കരയിപ്പിക്കാൻ 100 പേരുണ്ടാവും, പക്ഷെ ചിരിപ്പിക്കാൻ നമ്മുടെ കൂടെ ഇതേപോലൊക്കെ ഓരോരുത്തരുണ്ടായാൽ മതി. നിങ്ങളുടെ ജീവിതം ഭയങ്കര കളർഫുൾ ആയിരിക്കും. വെച്ചാലേ കരയിപ്പിക്കാൻ സിമ്പിളാണ്, അല്ലെങ്കിൽ ഒരാളെ കരയാൻ എളുപ്പമാണ്, കരയിപ്പിക്കാനും എളുപ്പമാണ്, ഒരാൾക്ക് കരയാനും എളുപ്പമാണ്. ഒരു ചിരി വരണമെങ്കിൽ ഇതേപോലൊക്കെ ഏതെങ്കിലും ഒന്നിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണത് നല്ലതാണ് നിങ്ങൾക്ക് ചിരി വരാൻ വേണ്ടിയിട്ട്. അതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കരയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരാൾ വീണാൽ മതി, നമ്മൾ അശോ വീണു അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ മുഖത്ത് ഭയങ്കര വിഷമമുണ്ടല്ലോ എന്ന് പറയുമ്പോഴും നമ്മൾ വിചാരിക്കും അപ്പോഴേക്കും നമുക്ക് സങ്കടമായി, പിന്നെ അങ്ങനെ ഫീലിങ്സ് ആയി. പക്ഷെ ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പല്ല. നമ്മുടെ ഒരു മൈസൂർ ഒരു ചേട്ടനുണ്ട് ചിരിപ്പിക്കണ മത്സരം. അപ്പൊ അത്രയും റിസ്ക് ആണ് ഒരു കോമഡി പറഞ്ഞ് ഒരാൾക്കാരെ ചിരിപ്പിക്കുക. ഒരു മിനിറ്റ് ചില എല്ലാവരുടെ മൈൻഡ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചിരിക്കേണ്ട കേസല്ല ഞാൻ പറഞ്ഞത്, കരയേണ്ട കേസാണ് ഞാൻ പറഞ്ഞത്. കരയാൻ പെട്ടെന്ന് കരയും, ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ തന്നെ എല്ലാവരും പെട്ടെന്ന് വരും. പക്ഷെ ചിരിക്കാൻ വേണ്ടിട്ട് എത്ര ഒക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളു ഫ്രീ ആവണം, എന്നാൽ മാത്രമേ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. ചിരി ശരിക്കും ഒരു അനുഗ്രഹമാണ് കേട്ടാ. ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, കൂടുതൽ ചിരിക്കും തോറും ആയുസ് കൂടും എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഇപ്പത്തെ കാലത്ത് നമ്മുടെ ഇപ്പൊ സിനിമയിൽ കാണിക്കുന്ന കോമഡികളായാലും ഒരു നെഗറ്റീവ് ഫീലിങ്സ് ആണ്. ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോഴാണ് ചിരിക്കണത്. ചിരിക്കാനുള്ള സിനിമ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അതന്നെ. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ കല്യാണരാമനൊക്കെ കണ്ട കല്യാണരാമനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പഞ്ചാബി ഹൗസ്, അങ്ങനെ കുറെ നല്ല നല്ല സിനിമകള് കോമഡികൾ ഉണ്ട്. അതുപോലെ ചില വ്യക്തികളുണ്ടാവും, അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അത് ആ ചിരിയിൽ നിന്ന് വരുന്നതാണ്. ഒരാൾ മറ്റുള്ളവരെ ഉദ്ദേശിച്ച് തന്നെയാണോ അത്? അതല്ല താങ്ക് യു. ഒരാളെങ്കിലും എന്നെ കാണുമ്പോൾ ചിരിക്കണ്ടെന്ന് പറഞ്ഞല്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ചിരിക്കുക, ഒരാളെ ചിരിപ്പിക്കുക അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ചിരിക്കുക കഴിയുന്നതൊക്കെ അതൊരു ഭാഗ്യമാണ്. കുറേ വിഷമങ്ങൾക്കിടയിൽ ഒന്ന് പുഞ്ചിരിക്കുന്ന ഒരു മുഖം കാണുക, അല്ലെങ്കിൽ ഇതൊക്കെ എന്നൊക്കെ പറയണ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുന്നത് നല്ലതാ അല്ലേ നമ്മുടെ ഇതില്. ചിരി എന്ന് പറഞ്ഞ ബെസ്റ്റ് മരുന്നാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ. ചിലര് ചിരിക്കാൻ മറന്നു പോയവരുണ്ട്. എന്ത് തന്നെയായാലും ചിരി അത് കുറെ കഷ്ടപ്പാട്, ജീവിതത്തിന്റെ കുറെ പ്രാരാബ്ദങ്ങളും സാഹചര്യങ്ങൾ അങ്ങനെയായി പോയവരുണ്ട്. കുറെ അവസരങ്ങളുണ്ട് ചിരിക്കാൻ. ടിവിയിലായാലും ഒന്ന് ചിരിക്കാനുള്ള ടിവിയിലത്തെ എല്ലാതും നല്ല കോമഡികളല്ല, നെഗറ്റീവ് കോമഡികൾക്കാണ് കൂടുതൽ ഇപ്പത്തെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അതന്നെ അതില്ലേ അന്ന് പറയുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നത്. ഈ അതില്ലേ എന്നുള്ളതാണ് ആ ചിരിക്കുന്ന ആളുടെ മൈൻഡ് പോലെ ഇരിക്കും ആ ഒരു അത് എന്തെന്നുള്ളത് അല്ലേ. അങ്ങനെ ഇപ്പൊ ഒരാൾ പെട്ടെന്ന് ഓടുന്നു, അതിൽ തമാശക്ക് വേണ്ടി വീണതാണെങ്കിൽ അത് നമുക്കൊരു കോമഡിയാണ്. പക്ഷെ ഇപ്പത്തെ കാലത്ത് പല ചിരികളും ആക്കിച്ചിരികളുണ്ട്. ആക്കിച്ചിരികളാണ് കൂടുതൽ. പക്ഷെ ഉള്ളു തുറന്ന് ചിരിക്കണം. ചിരിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഈ ഉള്ളു തുറന്ന് ചിരിക്കുന്നവരെ കാണുമ്പോഴില്ലേ മറ്റുള്ളവർ വിചാരിക്കേ ഇതിന് എന്തോ ഒരു കുഴപ്പമില്ലേ, നമ്മുടെ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയെന്ന് പറഞ്ഞ പോലെ. പക്ഷെ അങ്ങനെയല്ല, ഈ ചിരിക്കുന്നവരുടെ ഉള്ളിലും സങ്കടങ്ങൾ ഉണ്ടായിരിക്കും, ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ മനസ്സ് തുറന്ന് ചിരിക്കുക, അതല്ല മറ്റുള്ളവരെ ചിരിപ്പിക്കുക, അതൊരു ഭയങ്കര അവസരം ഉണ്ടാക്കുക. അവസരം കിട്ടിയാൽ ചിരിക്കുക. ചിരിക്കാൻ ആരും മറക്കരുത്, ചിരിച്ച് ജീവിക്കുക, എന്തിനും ചിരിച്ചുകൊണ്ട് നേരിടുക. ഓക്കെ, ബൈ. താങ്ക് യു.